ഹലോ, നമ്മുടെ മാർക്കറ്റിലിപ്പോൾ കോജിക് ആസിഡ് സെറംസ് ഒക്കെ ധാരാളം അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് കോജിക് ആസിഡ് സെറംസിന് അത്യാവശ്യം നല്ല റേറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ ഒരു കോജിക് ആസിഡ് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കോജിക് ആസിഡിൻ്റെ ഉപയോഗമെന്ന്. നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ടാൻ റിമൂവ് ചെയ്യും, ഫേസ് ഗ്ലോ ചെയ്യാൻ സഹായിക്കും, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും. വൺസ് ഇൻ എ വീക്കാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ അടിപൊളി എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാനിത് വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ, എന്നാലും അതൊന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പൊട്ടറ്റോ എടുത്തു. അതിനെ ഞാൻ ക്യൂബിക് പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ വെച്ച് പൊട്ടറ്റോയുടെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തു. എന്നിട്ട് ആ ജ്യൂസിലേക്ക് ഞാൻ 2 സ്പൂൺ അരിപ്പൊടിയും 2 സ്പൂൺ കട്ടത്തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത പൊട്ടറ്റോ ജ്യൂസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പരുവം എനിക്ക് കിട്ടിയില്ല. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 10 മിനിറ്റ് ഞാൻ വച്ചിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ വയ്ക്കാം, നല്ല എഫക്റ്റ് കിട്ടും. അത്രയും നേരം വെച്ചിരുന്നാൽ മാക്സിമം 20 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാനൊരു 10 മിനിറ്റേ വെച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്തു. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത്. വിതൗട്ട് എനി ഫിൽറ്ററാണ് ഞാൻ എൻ്റെ ഫേസ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു അടിപൊളി റിസൾട്ടായിരുന്നു. ഒരു സൂത്തണിങ് എഫക്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അത്രയും